ഹലോ എവരിവൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കിണർ പണിയുടെ ഒരു വീഡിയോ ആണ്. കിണർ പണി എൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ മറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഈ വർക്കിനെ പറ്റിയൊന്ന് പറയാം. എന്താണ് ഇന്നത്തെ ഇവിടുത്തെ വർക്ക്? നമ്മൾ ഇതിന്റെ അടിയിൽ തേക്കുക, കിണറിന്റെ ഉള്ളിൽ തേക്കാൻ പോകുന്നത്. ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ കിണറിന്റെ ഉള്ളിൽ തേക്കാൻ പോകുന്നത് അതിസാഹസികമായിട്ട് തേക്കണേ. ബാക്കി അഭിപ്രായങ്ങൾ നമ്മൾ കൃഷ്ണേട്ടൻ പറയും. ആയിക്കോട്ടെ, നിങ്ങളും കൂടെ പറയാം എന്താ. അങ്ങനെ വർക്ക് തുടങ്ങാൻ പോവാണ്. ഒരു കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പം അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടോ, കിണർ കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ കിണറിൻ്റെ ഇവരെ കിണർ. ഇവിടുത്തെ കിണർ ഇതിലേക്കാണ് ഇവരെ ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഇറങ്ങ്. ഓൾറൗണ്ട് കൺസ്ട്രക്ടറുടെ കീഴിലുള്ള വർക്കാണ്. 4 പണിക്കാരുണ്ട്. കണ്ടോ, ഇവരിവിടെ വർക്ക് തുടങ്ങാനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇറങ്ങാൻ പോവല്ലേ? അങ്ങനെ പണിക്കാരൻ ഇറങ്ങാൻ പോവാണ്. അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. 2 ഇറങ്ങലില് ഒരു കിണറിന്റെ പുല്ല് മൊത്തം തീർന്നു പോണം. അല്ല, അവിടെ എന്താണ് സ്ലേവ് അല്ലേ? അങ്ങോട്ട് കാണിക്കേ. അതാണ് ഈ സൈറ്റിലെ ഏറ്റവും വലിയ ടാസ്ക്. എന്താ അറിയോ? സ്ലേവ് ഇതിന്റെ മുകളിലുണ്ട്. ഇത് പുതിയ യൂട്യൂബർ ആട്ടോ, മിസ്റ്റർ മഷൂദ് ഭായ്. എല്ലാവിധ ആശംസകളും. എല്ലാരും കണ്ടാലും അഭയാല് വരാറ്റുള്ളൂ. വിളിച്ചതാ. സംഭവിച്ചില്ലേ? ഞങ്ങള് ഇപ്പൊ ഈ സൈറ്റില് 5-6 ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ മാത്രം ഒരു വെറൈറ്റി എന്താ പറയാ, സൺബോയ്സിൽ പഠിച്ചു. അല്ല, മെംസ് സ്കൂളിലാണ് പഠിച്ചത്. ഇരിക്കാനുള്ള പലകാന്ന് പറഞ്ഞാല് ചിന്നമുട്ട കെട്ടിക്കിട്ടോ. നല്ല വീട്ടിലോട്ടോ പറഞ്ഞില്ലാത്ത ഓക്കെ അല്ലേ? ആ ഭാഗത്തേക്കോ ഇതുവരെ അങ്ങനെ അവൻ പുല്ല് പറിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബോക്സ് വേണല്ലോ. അവൻ പുല്ല് അങ്ങനെ ഓൾറൗണ്ട് കൺസ്ട്രക്ടർ കിണറിലേക്ക് ഇറങ്ങാൻ പോവാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. അവൻ പുല്ല് പറിക്കുന്നത് കണ്ടോ? നല്ല മഴ ഉണ്ട് ഈ സൈറ്റില്. അതാണ് ആകെ ഒരു പ്രശ്നം. ക്യാമറ മൊത്തം നനഞ്ഞോണ്ടിരിക്കുകയാണ്. ഓൾറൗണ്ട് കൺസ്ട്രക്ടറും പിന്നെ കൂടെയുള്ള പണിക്കാരനും കൂടെ ചേർന്നിട്ടാണ് പുല്ല് പറിക്കാന്ന് അവര് 2 പേരും കൂടെ. കണ്ടോ, മേലെ ഭാഗത്ത് 1 2 3. ഇതാണ് എഡിറ്റ് ക്യാമറാമാൻ. ഓൾറൗണ്ടർ കൺസ്ട്രക്ടറിന്റെ ക്യാമറാമാനാണ് ഇത്, ഒഫീഷ്യൽ ക്യാമറാമാൻ. 3 4 5 പണിക്കാരുണ്ട്. കിണറിന്റെ അടിഭാഗം അവർ അടിച്ചു വാരുന്നത് കണ്ടോ? കിണറുമായി ബന്ധപ്പെട്ട എന്ത് വർക്കും ഇവർ ചെയ്യും. എത്ര റിസ്ക് ഉള്ള വർക്കും ഇവർ ഏറ്റെടുത്ത് ചെയ്യും. അതാണ് ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരാള് കിണറിൽ നിന്ന് കയറുന്ന ദൃശ്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ കിണറിന് ഭയങ്കര വഴിക്കലുണ്ട്. ഒന്നാമത് മഴ പെയ്ത് ഇതായിട്ടാണ്. ഇതൊക്കെ ഒരു സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും. കിണറിലേക്ക് ഇറങ്ങുന്നതും കിണറിൽ നിന്ന് കയറുന്നതും.
ഞങ്ങൾക്ക് കട്ടാളത്തിൽ തരട്ടോ. അവിടെ ഇരിക്കാൻ പോകുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളെ ആ കമ്പി ഇതിന്മേൽ വെച്ച് അടിച്ചിട്ട് ഇതിൻ്റെ മേലെ പലകയും ഇത് ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞത്. ആ അടുക്കുണ്ട്. അങ്ങനെ നോക്കണ്ട, അത് പണി കഴിഞ്ഞാൽ എടുക്കും. രണ്ടടിന്റെ കമ്പനി 60 കമ്പനി 40 കയറ്റിയിട് ഇവിടെ കയറട്ടോ. അവിടെ ഒരാള് കമ്പി വെച്ച് ആ കമ്പി കയറ്റാനല്ലേ ഉദ്ദേശിച്ചത്? ഹാമർ കൊണ്ട് അടിച്ചു കയറ്റുന്നത് കണ്ടോ? അതല്ലടാ, ഈ ചെറുതിന്റെ അങ്ങേ തല തുളുണ്ടോന്ന് ചോദിച്ചേ. അതിനെന്താ ഷട്ടാ തുളുണ്ടോ? തുളയില്ലല്ലോ. ഊരിനോർത്തുണ്ട്. ഇല്ലടാ ഇല്ല, അത് രണ്ടിനും ഇല്ല. രണ്ടളവാ. അതിനും അടവാ ഒരു ഭാഗത്ത്. പണിന്റെ പൈസ നമ്മൾ വാങ്ങണത് എന്തിനാന്ന് അറിയോ? ഓക്കെ റെഡിയോ? റെഡി? ഈ പണിക്ക് പൈസ എന്ന് പറഞ്ഞാല് ഇത് തേക്കണേനല്ല വാങ്ങുക, എന്തേ ഈ ഹൈറ്റ് കെട്ടുന്നതിനാണ്. അതിനാണ് കായ്. ഓക്കെ, ആ മുകളിൽ കാണിച്ചെടുത്ത റപ്പായി ചാലത്തിന് ഒറ്റ കൊട്ട ഫുൾ നിറവ് മീനിനെ തലയിൽ വെച്ചുകാണ്ട് ബോട്ടിൽ നിന്ന് ഊരി ചെറിയ തോണി കെട്ടുന്നതാണ് പണി. കാണിച്ചോർക്ക് അതാണ് പേര് റപ്പായി. അത് മതി. അതല്ല മുട്ട ഇറക്കുന്നതിന്റെ പേര് മുട്ട്. മുട്ട് ചിന്ന മുട്ടാണ്. അത് ചെറിയ കിണറായതുകൊണ്ട് നമുക്ക് ചെറിയ മുട്ടിട്ടുണ്ട്. വലിയ മുട്ട് വേറെ ഉണ്ട്. അയ്യവാ കുത്തില്ല. ആ നല്ലോണം കുത്താൻ മതി മതി മതി. ഒരു ഉള്ളിൽ പോയില്ലേ മതി. അയ്യവാ ദമ്മാണ്. തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കയറ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വടിമേൽ ഇരുന്നിട്ടാണ് അവർ ആ കയറ് കെട്ടുന്നത്. ഇതാണ് ഇവരുടെ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരുപാട് മറ്റു പണിക്കാരൊക്കെ ഒഴിവാക്കി പോകുന്ന കേസുകളാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. ഓൾറൗണ്ട് കൺസ്ട്രക്ടർ ഈ സൈറ്റിൽ മൊത്തം 8 പണിക്കാർ. ആ കണ്ടോ പില്ലറ് തേച്ചത്. പിന്നെന്താ പറയാനുള്ളത്? മരണം വെച്ചുള്ള കളിയാണ്. ആ അതന്നെ, കണ്ണ് പറ്റരുത്. ഒന്നെങ്കിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കും. രണ്ടിന്റെ നടുക്കാണ്. കാണുന്ന ആൾക്കാരുടെ കണ്ണൊക്കെ കരുതരുത്. ആരും തന്നെ കണ്ണ് വെക്കുക അങ്ങനെ പ്രാഗൊന്നും ചെയ്യരുത്. ഇംഗ്ലീഷ് പറഞ്ഞാല് don't sufficient the man is what correction. Don't curse him. Yes. ഞാൻ പുറത്തിറങ്ങിയാലോ? നമ്മള് ഞങ്ങളുടെ ടീം ഈ വർക്ക് തുടങ്ങിയിട്ട് 10-16 കൊല്ലായി. പക്ഷെ വീഡിയോയിൽ 2-3 കൊല്ലമായിട്ട് കാണിക്കൽ തുടങ്ങിയിട്ടുള്ളൂ. ഇത് അനുകരിക്ക്. Anyone don't try to imitate this. Imitation. Okay. You are a good man. Yeah. സംഭവിച്ച് പഠിച്ചതിന് കാര്യമുണ്ട്. അതാ അടിച്ചോക്കി ഇങ്ങനെ ആക്കി വെച്ചവര് ഇപ്പോ ഇതിന്റെ ഓൾറൗണ്ട് കൺസ്ട്രക്ടർ കിണറിൽ നിന്നും കയറുന്ന ദൃശ്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവൻ കയറുന്നത്? ഞങ്ങള് രണ്ടാളും താങ്കളുടെ ഓപ്പി 2 കയറുന്നുണ്ട്. Don't try to anyone this work. Imitate ആണ്. Imitate. Don't try imitate anyone. ഇനി ഇവര് ഷീറ്റ് വെക്കാൻ പോവാണ്. മുകളിൽ കണ്ടോ ഷീറ്റ് രണ്ടെണ്ണം മതി. കാരണം തേക്കുമ്പോ എപ്പോഴും ഡിസ്റ്റൻസ് വെച്ച് വേണം. വേണ്ടേ? ആ മൂലം ഒന്ന് മതി. റെഡിയോ അജീഷിന്റെ അവിടെ ആ മൂലം അത് മതി. അത് മതി.
കമ്പി കെട്ടിയിട്ട് അതിൻ്റെ മേലെ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് സെറ്റാക്കി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അവൻ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് തേക്കും. അതാണ് അടുത്ത പരിപാടി. ചാപ്പാണോ സഞ്ചാണോ ചാപ്പുള്ളൂ ഈ കിണർ എങ്ങനെ വീടിന്റെ ഉള്ളിൽ കോർട്ട്യാർഡിൽ വന്നു എന്നുള്ളത് അതിനെപ്പറ്റി നമ്മളെ ക്ലൈന്റ് പറഞ്ഞുതരും. അതായത് ഈ കിണർ ഫസ്റ്റ് ഏതോ ഒരു വീടിന്റെ കിണറല്ലായിരുന്നു, അന്ന് ഈ കിണർ പുറത്തായിരുന്നു, പിന്നെ ഇതിന്റെ ഉള്ളിലായി. പിന്നെ അതായത് പ്ലാൻ വെച്ചപ്പോ നമ്മളെ സ്ഥലം അപ്പുറത്തെ സ്ഥലം ഈ സ്ഥലം അത് നിങ്ങൾക്കല്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കേണ്ട അവസ്ഥ പിന്നെ മാത്രമല്ല അവിടെ വെള്ളത്തിന് വേറെ സ്ഥാനമില്ല. സ്ഥാനം നോക്കിയപ്പോ അവിടെ ഒന്നും വെള്ളമില്ല. അപ്പൊ പിന്നെ നല്ല വെള്ളമുള്ള ഈ കിണറിനെ മൂടി വെക്കണത് ഒഴിവില്ല. ആ സ്ഥിതിക്ക് ഈ കിണറിനെ ഇതിന്റെ ഉള്ളിലാക്കി മാറ്റിയതാണ്. ഈ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ തേപ്പ് കഴിഞ്ഞ് സ്ലേവ് ഇടാൻ പണിക്കാർ വന്നില്ലെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, സെറ്റാക്കി നിങ്ങളെ മോഡലാക്കി തരാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഏതാ ചായപൊടി വരില്ലേ, ഇത് ഒരു തുളസിത്തറ പോലെ കെട്ടി സെറ്റാക്കി തരാം കറക്റ്റ് സെന്ററിൽ. ഈ ഏരിയ മൊത്തം ഡിവൈഡ് ചെയ്ത് കണ്ട് ഈ ഒരു സംഭവത്തെ നമ്മളൊരു തുളസിത്തറ പോലെ കെട്ടി ആരും അറിയാത്ത മോഡലാക്കി തരാം. മെയിൻ്റെനൻസ് വർക്ക് എപ്പോഴുണ്ടെങ്കിലും ഈ മോഡൽ റോഡിനെ വിളിച്ചാൽ മതി. ഇതാണ് ക്ലൈന്റ്. ക്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം. രാവിലെ പൊതുവെ പീസാന ഉണ്ടാവല്, ഈ സൈഡിൽ പീസാനല്ല, വെച്ചിരിക്കുന്നത്. അതായത് കിണറിന്റെ ഉള്ളിൽ തേക്കണത് പൂവ് വെച്ചുകൊണ്ട് വെറൈറ്റിയാണ്, നല്ല ഉറപ്പുണ്ടാവും. പൂഴി ധരിക്കുന്നത് കണ്ടോ? ഇതൊരു പഴയ കാലം കണ്ടിട്ട് സംഭവം. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ നാട്ടിൽ ഇല്ലാതായ സംഭവമാണ് ഈ പൂയിത്തരി. ഈ കിണറിന്റെ ഉള്ളിൽ തേക്കുന്നത് പീസാന്റെ കൊണ്ടല്ല, പൂഴി കൊണ്ടാണ്. അത് ക്ലൈന്റിന്റെ ആഗ്രഹം. അതെന്താ, ഡബിൾ ഉറപ്പുണ്ടാവും. ഒരു ചട്ടി പോയിട്ട് കഴിഞ്ഞാല് ചട്ടി എന്തുണ്ടാവും, ചണ്ടി ഉണ്ടാവും. ഈ ചണ്ടി വെറുതെ യോർക്കേണ്ട ആവശ്യമില്ല. ഇത് മാറ്റി ചാക്കിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിന്റെ വേക്കിത്തെ ഇഷ്ടികന്റെ വേക്കിലെ ഈ ചണ്ടി ഉണ്ടല്ലോ, അങ്ങനല്ല. ഒരു ചട്ടി പോയിട്ടപ്പോ ചട്ടി ചണ്ടിയില്ല. ഈ ചണ്ടി ചില ആൾക്കാർ എന്ത് ചെയ്യുന്നല്ലോ, വെള്ളം ചാടിനോട്ട് വെറുതെ കൊണ്ടുപോയിടും. പാടില്ല. അടുപ്പുണ്ടാക്കണം അല്ല, ഒരു ചട്ടി പോയിട്ടപ്പം ചട്ടി ചണ്ടി കിട്ടിയിട്ട് ഇത് ഏതാ ചണ്ടി എന്നറിയും, വെള്ളാരങ്ങാൻ്റെ പോലത്തെ ചണ്ടിയാണ്. ഇത് ചൂടിന് നല്ല പിടിച്ചിരിക്കും. ഇതേപോലെ പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അടുപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടുപ്പിനെ വേഗത്തിൽ ഇഷ്ടികയുടെ വേഗിക്കാൻ മതി. ഈ വെള്ളാരങ്ങല്ലേ അങ്ങനല്ല, ഈ പൂയി തേച്ച ഈ ചണ്ടി ഉണ്ടല്ലോ, പൂയി തേച്ച് വരുന്ന ഈ ചണ്ടി വയ്ക്കാം വെള്ളാരങ്ങാൻ്റെ പോലത്തെ ചണ്ടിയാണ്. ഇത് ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്താൻ പറ്റുന്നറിയോ, വെറുതെ മണ്ണിന് വെള്ളിട്ട് കണ്ട് മൂടാനുള്ളതല്ല. അടുപ്പുണ്ടാക്കുമ്പോൾ അടുപ്പിന്റെ ഇഷ്ടിക ഉണ്ടല്ലോ, അതിന്റെ വേഗത്തിൽ ഇത് നിറച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് അടുപ്പിൽ, അല്ലെ പിന്നെ കുപ്പിശീലിടും. അതിനൊക്കെ വീഡിയോ വേറെ വരാണ്ട്. നമ്മളെ പുതിയ യൂട്യൂബറാണ് ആരാലോ, മഷൂദ് ഭായി. അപ്പം അവിടെ പോയി വരുന്നല്ലോ ഉള്ളില് കൺസ്ട്രക്ടർ ഇതിലേക്ക് ഇറങ്ങാൻ പോകുന്നത് കണ്ടോ? എന്ത് ചെയ്യണം, ഫസ്റ്റ് മുള്ളു ബ്രഷ് കൊണ്ട് ഒന്ന് ഒരതി വൃത്തിയാക്കണം, എന്നെങ്കിൽ മാത്രമേ തേപ്പിന് നല്ല കുടുത്തം വരുള്ളൂ. അപ്പൊ ആ സ്ഥിതിക്ക് മുള്ളു ബ്രഷ് എടുത്ത് കണ്ട് ഒരതുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എന്തോ കറ പോണാക്കി, കറ പോകുമ്പോ കല്ലിന്റെ അതേ കളർ വരുന്നില്ലേ, സൂപ്പറായിട്ട് വരും. ആദ്യം ഇവര് പൂപ്പലൊക്കെ വരതി പോക്കാണ് ബ്രഷ് കൊണ്ട്. എന്നിട്ടാണ് ഇനി ഇത് തേപ്പ് തുടങ്ങുക. പൂഴി വെച്ചാണ് തേക്കാൻ പോകുന്നത്. പൂഴിയിലേക്ക് സിമെന്റ് മിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. മിക്സ് ചെയ്യുന്ന ആളുകൾ 4 ചട്ടി അൻസാരം പൂയിക്ക് 1 ചട്ടി സിമെന്റ്. ഇത് 16 ചട്ടി പൂഴിയുണ്ട്. അതിലേക്ക് ആണ് ഈ സിമെന്റ് ഇവർ മിക്സ് ചെയ്യാൻ പോകുന്നത്. അത് പൂഴിയാണ് ഞാൻ പറഞ്ഞത്. 12 ചട്ടി പൂഴിയിലേക്ക് 12 ചട്ടി സിമെന്റ്, അങ്ങനെയാണ് ഇതിന്റെ കണക്ക് വരുന്നത്. പിന്നെ പണിക്കാര്
ഫസ്റ്റ് തന്നെ അവര് ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് സ്ട്രോങ് അല്ലേ വാർപ്പയാ പെരക്കില്ല. സ്ട്രോങ് ആ പെരക്ക് മൊത്തം എന്താ ഇരുമ്പിന്റെ കൂട്ടാ. ഈ കിണറിന്റെ പടവുകൾക്ക് ഗ്രൗണ്ട് പെരന്റെ ഉള്ളിൽ. ആദ്യം ഒഴിച്ചും ഒരു ഇതേ പ്രകാരം ഒരു 5 പെണ്ണുങ്ങളുടെ പണിക്ക് മാത്രം മതി. എന്തിനാണോ തിരിച്ച്? നിങ്ങളെ ആക്ഷൻ ഞങ്ങളെ കൂടെ എത്ര കൊല്ലായി? 2 അഭിപ്രായം പറഞ്ഞോളായി. 15 കൊല്ലത്തോളായി. എങ്ങനെയാണോ ബാക്കിൽ നിന്ന് ബോൾ ഇങ്ങനെ നമുക്ക് തള്ളിത്തരും ഫ്രണ്ടിക്ക്. ഓർവേള് ചെറുപ്പക്കാരാ ഇടയിൽ തള്ളിത്തരുള്ളൂ. നമ്മള് ഇടയിൽ കൂടെ ഏതോ രാജ്യം ഒന്നിന് ഇന്നതിനെ പാട് രാത്തല്ലേ അയ്യേ അവര് കുമ്മായം പൂഴിയും സിമെന്റും മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് തേക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മായം റെഡി ആയിട്ടുണ്ട് 2 ചട്ടി. അതിൻ്റെ പരിപാടിയാണ്. കുമ്മായത്തിൻ്റെ ഗ്രൗട്ട് ഉണ്ടാക്കുന്നതിൻ്റെ രീതിയാണ് അവർ കാണിക്കാൻ പോകുന്നത്. സിമെന്റ് ഇതിന്ന് പൂഴിയെടുത്ത് പിന്നെ ഇതിലേക്ക് സിമെന്റ് ഒഴിച്ച് പിന്നെ വെള്ളമുണ്ട് അത് മിക്സ് ചെയ്താണ്ട് 10 സെക്കൻഡ് കൊണ്ട് അത് അവര് റെഡിയാക്കി വെച്ച് കണ്ടോ. ഞാൻ അവര് പോവാണ്. തേക്കാൻ വേണ്ടി നമ്മൾ കൂട്ടി സിമെന്റിന്റെ റേഷ്യോ 1:4. ചുമരിൽ അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലായനി സ്ട്രോങ് 1:1. കുമ്മായം കൊണ്ടുവരൽ തുടങ്ങി. ഇവിടെ ഒരു തേക്കലും തുടങ്ങി കണ്ടോ. തേപ്പ് തുടങ്ങിയിട്ടുണ്ട് വർക്ക്. ഇനിയുള്ള വർക്കുകളൊക്കെ ഓട്ടുണ്ട്. ആ ഓട്ട കൈമില് ഗ്ലൗസ് ഇട്ട് കണ്ട് അടച്ചതിന് ശേഷം ഒരാൾ അടിച്ചുകൊണ്ട് വരികയാണ്. ഓക്കെ എപ്പോഴും പറയാനില്ല. ഓൾറൗണ്ട് കൺസ്ട്രക്ടർ ഈ കിണറിൻ്റെ പൊത്തുള്ള ഭാഗത്തൊക്കെ സിമെന്റ് വെച്ച് പൊത്ത് അടയ്ക്കുകയാണ്. ഇദ്ദേഹമാണെങ്കിൽ ഇവിടെ നിന്ന് തേക്കുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക്. അങ്ങനെ അവർ തേച്ച് കഴിഞ്ഞ ഭാഗം കോല് വെച്ച് ഒന്നിങ്ങനെ തടവുകയാണ്. വലിക്കുകയാണ്. കീച്ചോ എന്നാണ് അവര് ഹിന്ദിയിൽ പറയുന്നത്. മലയാളം എന്താ അറിയോ? അവിടെ വലിക്കൂ ഇവിടെ വലിക്കൂ. പട്ട ഉദർ ദേക്കോ ഇധർ ദേക്കോ. അവിടെ നോക്കി ഇവിടെ നോക്കൂ. തും ഹേ മേ ഹേ ആപ് കിധർ ഹേ മേ ഉദർ ഹേ. കുറച്ച് വാക്ക് മാത്രം ഉപയോഗിക്കുള്ളൂ പണിക്ക്. കാരണം കൂടുതൽ ഉപയോഗിക്കണം നമ്മൾ എന്ത് മാസ്റ്റല്ല. ഓന്റെ കുഴപ്പം എന്താ അറിയോ? ഓന്റെ കുഴപ്പം തീർച്ചയാളും വീണ്ടും കീച്ചോ അതാണ് കീച്ചോ വർക്കാവാൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ. ഇല്ല വടി കറക്റ്റാ. അയ്യോ വറ്റിപ്പല നനച്ചു എടുത്തു തിരിച്ചു കൊടുക്കൂ. ഇതൊക്കെയാണ് തേപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ തേപ്പിന്റെ പണി ഏകദേശം കഴിയാറായി. ഇനി ഗ്രൗട്ട് അടിച്ച് വെച്ച് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിന്റെ വിഷ്വൽസും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അങ്ങനെ തേപ്പ് കഴിഞ്ഞ് ഗ്രൗട്ട് വെച്ച് അവര് ആ ഭിത്തിയിലേക്ക് അവർ ഒഴിച്ചിട്ട് ഇനി തേക്കുമായിരിക്കും. അത് ഗ്രൗട്ട് അത് ഒഴിച്ചിട്ട് ഒരു ഭിത്തിയിലേക്ക് ഒഴിച്ചിട്ട് അത് അവർ തേച്ചെടുക്കും. ആ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഒഴിക്കുന്ന ഇത് കണ്ടോ. സംഭവം അറിയോ? ഇത് കറക്റ്റ് ഈ മൂല കറക്റ്റ് ഈ വക്കിന്റെ മൂല ഉണ്ടല്ലോ. ഈ പടവിന്റെ മൂല ഈ പടവിന്റെ മൂല എന്ത് ചെയ്യണം? ഗ്രൗട്ട് വരുന്നതിന് മുമ്പ് ഉരുട്ടി സെറ്റപ്പ് ആക്കി വെക്കണം. എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രൗട്ട് വന്നതിന് ശേഷം ഒന്ന് കവർ വലിക്കാൻ പറ്റുള്ളൂ. ഓക്കെ മറ്റെങ്ങനെ അപ്പൊ ചെത്തിപ്പോകും. അതൊക്കെ പൊളിക്കാനുള്ളതാണ്. അൾമാറൊക്കെ പൊളിച്ചുകൊണ്ട് ഇവിടെയൊക്കെ സ്ലേവ് വരാനുള്ളതാണ്. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് അത്ര നമ്മൾ ചെയ്യണുള്ളൂ.
എടുക്കണ പണി മെച്യൂരിറ്റി ഫിനിഷിങ് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുക. ഓക്കെ ഓക്കെ അതിന്റെ ഭാഗമായിട്ടാ വക്ക് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഒരു പൊലമയ വരാൻ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് പണി തീർന്നോണം. തെറ്റല്ലേ അവരാ വക്ക് തേക്കുന്നത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് കേട്ടില്ലേ? ആ ഇത് ഇന്നേ കിട്ടുള്ളൂ. ഈ മണിക്കൂറുകളിൽ മാത്രം ചെയ്യാൻ വേണ്ടി പോണ്. നാളെ വേറെ, നാളെ കക്കൂസും കൂടി ഇടിഞ്ഞത്, മറ്റന്നാള് ഓടിന്റെ 3 കെട്ടല്. ഒരുപാട് വർക്കുകളാണ് വരാനുള്ളത്. വർക്കാണെങ്കിലും ഇതാവില്ല, കാണുമ്പോ വാങ്ങിക്കോളി. ഗ്രൗട്ട് അതിന്റെ മേലെ തേച്ചിട്ട് ആ സാധനം കൊണ്ട് ഇങ്ങനെ വരതി എടുക്കാണ്, തേച്ചെടുക്കണം. നല്ല ഫിനിഷിംഗ് ഉണ്ട് അത് വർക്ക് ചെയ്യുന്നത് കാണാൻ. കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ട്. ചുമരിൽ കൊടുക്കണ ഗ്രൗട്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് കരയാണ്. ഇതേ പക്ക സ്ട്രോങ് സാധനം. അനങ്ങൂലേ അങ്ങനെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് അവര് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് എങ്ങനെ കുടുങ്ങിയാലും നമുക്ക് മഷൂലിന്റെ ആദ്യ വീഡിയോ നമ്മളെ പോയത് വീഡിയോ കണ്ടോ, അവര് തേച്ചിരിക്കുന്ന ഭാഗം കണ്ടോ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഈ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓഡിയൻസ് കമന്റ് ചെയ്യും എങ്ങനെയുണ്ട് ഇവരുടെ വർക്ക് എന്നുള്ളതൊക്കെ. അവര് പണി സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ വർക്ക് കഴിഞ്ഞ് ഇനി ഡ്രോണ് വെച്ച് പറത്താണ്. കണ്ടോ, ഡ്രോണ് വെച്ച് അവൻ പറത്താണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിത് അവന്റെ ചാനലിൽ കാണാൻ കഴിയും. ഡ്രോണ് പറത്തിയ വിഷ്വൽസ് എനിക്കിത് മാത്രമേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റേ ഡ്രോണിന്റെ വിഷ്വൽസ് എനിക്ക് കാണിക്കാൻ പറ്റൂല. ഇത് ഞാൻ കാണിച്ചു തന്നു. അങ്ങനെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി ഈ വടിയും പിന്നെ ആ ഇതും മറ്റേ സാധനം കൂടെ എടുക്കാനുള്ളൂ. അതോടുകൂടെ അവരുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ ഇതിന്റെ കെട്ട കഴിക്കാനുണ്ട്, അങ്ങോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവരുടെ വർക്ക്. ഡ്രോണിന്റെ ഇത് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്, നിങ്ങൾ കണ്ടോ? അതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസാണ് ആ ക്യാമറയിൽ കാണുന്നത്. ഉണ്ടോ? അതേപോലെ അല്ല ഞാൻ കിട്ടുന്നോളാം. ഇതെന്തത് കുത്തനെ വെക്കണോ? കിണറിന്റെ അടിവാൻ കാണുന്നു കേട്ടോ. കിണറിന്റെ അടിവാൻ കണ്ടു തുടങ്ങി. പോകല്ലേ? യെസ്. കുത്തനെടുത്തോ, കുത്തനെടുത്തോ, കുത്തനെടുത്തോ. എന്താ വണ്ടി വെച്ചിട്ടാണെങ്കിലേ ഈ ബാലിംഗ് പീസ് ഊര, ഈ 3 ബാലിംഗ് ഈ ബാലിംഗ് പീസ് എന്താ വണ്ടി മുട്ട് നോക്കട്ടെ. ആ കയറ് സെറ്റ് കെട്ടില്ലേ? ഹാഫ് കലക്കി കേട്ടോ, ഫുള്ളാക്കി. അല്ല മുട്ടുമര് കെട്ടിട്ടിയല്ലോ. ഇത് മാണ്ടല്ലോ ഇങ്ങനെ കെട്ടിട്ട് കേട്ടല്ലേ? നോക്കട്ടെ, എടുത്തല്ലേ? ഈ 2 കമ്പിയും കൂടെ ഊരാനുണ്ട്. ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇതൊക്കെ ഊരാന്നുള്ളത്. ഭയങ്കര റിസ്ക് ആണ്. കണ്ടോ, എത്രമാത്രം
റിസ്ക് എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത് കൂടി. നിങ്ങൾ നോക്കുക. ഒരടി വരുന്നു. തോന്നി. ദാ. ഒന്നില്ല തോന്നിയില്ലേ? ന്യൂനയിലേക്ക് ഇത് എന്താ വണ്ടി അറിയോ? ഈ ഊഞ്ഞാലാക്കല വണ്ടി. ഞാൻ തിന്നാവാട്ടെ? കുറച്ച് തിന്നാവണം. ആ മൊത്തം ആ കുമ്മാൻ്റെ എന്താണ്? ഒരു കെട്ട് ഊരിക്കാണ്ടേ ഒരു കെട്ട് ഊരിക്കാണ്ട് പിടിച്ച് കുമ്മായ ഉണ്ടാക്കി തന്നാ മതി. ഇവിടുത്തെ കെട്ട് ഊരാ ഇത് ഇതായിക്കോ. അവന് കോണിമക്കൂടെ കയറാൻ പോവാണ്. ഒരാളുള്ള കിണറിന് അവൻ കയറാണ് കോണിമക്കൂടെ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. ഓ, കണ്ടു തന്നെ പേടിയാണ് ഗൈസ്. ഈ കിണറിൽ ഇറങ്ങുന്നവരെയും വർക്ക് ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം. മാത്രം റിസ്ക് എടുത്തിട്ട് അവരിതൊക്കെ ചെയ്യുന്നതാണ്. അയാള് കരക്ക് കയറി. ഇനി ഒരാളും കൂടെ ഉണ്ട് കരക്ക് കയറാൻ. അവൻ കയറുന്നത് നിങ്ങൾ നോക്കുക. കയ്യിൽ നിന്ന് ഓക്കെ റെഡി? ഓ, എന്താ പറഞ്ഞ പണി പഠിച്ചാൽ മാത്രം റബ്ബേ. ഓരോ സൈറ്റിന് ആ ചെയ്യുന്ന വർക്കിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി തല വർക്ക് ചെയ്യിപ്പിക്കണം. അതിന് ഇടക്കിടക്ക് ആഴ്ചയിൽ ഒരു വട്ടം ബിരിയാണിയും ഇടക്കൊന്ന് മന്തിയും കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ തല വർക്ക് ചെയ്യുള്ളൂ. നമ്മളെ ബുദ്ധിയോടെ നിൽക്കണമെന്നറിയോ? ഈ സൈഡാണ്. ഈ സൈഡ് ഓരോ തോട്ടൊന്നും പോയി കണ്ട് ഇറക്കി കളിക്കരുത്. ഇവിടുന്ന ബുദ്ധി കൂട്ടാറുണ്ട്. ഉണ്ടോ? അപ്പൊ എന്താ നമ്മൾ ട്രെയിൻ ഹാക്ക് ചെയ്ത് പോയോ? ഓ, അങ്ങനെ അവനും കയറി. हाय मैं रिस्की में काम करके पूरा खत्म करके अभी ऊपर चढ़ गया हूँ. കർത്താവ് കർമ്മം ദിയ പുള്ളിലായിട്ട് എന്താ ഇതല്ലേ ഞാൻ ഒരു കയറാൻ പടമാണ്ട് പൊട്ടിച്ചില്ല. ലാസ്റ്റ് കാണിക്കാം. വരാൻ പോവാണ്. പിന്നെ നമ്മളെ വർക്ക് കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അല്ലേ? എത്ര ആൾക്കാര് നമ്മളെ ഈ വർക്ക് പരിശോധിക്കാനും ചെക്ക് ചെയ്യാനും വേണ്ടി ക്ലൈന്റിന്റെ സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ മതി അല്ലേ? ഈ വർക്കിലുള്ള ഓക്കെ വർക്ക് കഴിഞ്ഞ് മോൾക്ക് കയറാന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ലൈന്റിന്റെ കുറെ ചങ്ങായിമാർ എത്തിയിട്ടുണ്ട്. കാരണം എന്തിനാ അറിയോ? വർക്കിലെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനാ. ഇവിടെ ആൾക്കാര് എന്താ പാട്? ഉഷാറല്ലേ? വീഡിയോ കാണല്ലേ? നിങ്ങൾ ഏത് മൂലയിൽ പണിയെടുക്കണെങ്കിലും ഓപ്പൺ ആക്കി അങ്ങനെ അടിയിലെ കമ്പി ഷീറ്റ് എല്ലാം ഊരി. ഈ മേൽഭാഗത്തുള്ള കയറി അഴിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ കിണറിൻ്റെ എല്ലാ കയറുകളും സാധനങ്ങളൊക്കെ അവർ ഊരിയെടുത്ത് ഇപ്പം സമയം 1:45. രാവിലെ 9:30 തുടങ്ങിയ വർക്കാണ് കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.